Hello, welcome to our spoken English class. ഇന്ന് നമ്മൾ ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗില്ലേ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡയലോഗാണ്. എനിക്ക് തൃപ്തിയായി ട്ടാ, അതുകൊണ്ട് ഞാൻ സന്തോഷമാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഡയലോഗിൽ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. ബാലചന്ദ്രൻ മേനോൻ സാറ് എന്താ പറയുന്നത്? എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം 2-3 ഐഡിയാസ് എങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്ത് നമുക്ക് പറയുവാൻ സാധിക്കും. അത് നമ്മൾ ഇന്ന് വളരെ ഈസിയിൽ പഠിക്കുവാൻ പോവുകയാണ്. ഇവിടെ ബാലചന്ദ്രൻ മേനോൻ സാറ് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എനിക്ക് തൃപ്തിയായി. രണ്ടാമത്തെ കാര്യം, ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ 2 കാര്യങ്ങളല്ലേ പറയുന്നത്. ഈ 2 കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന വാക്കാണ് അതുകൊണ്ട്. എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് സോ. ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് കാണിക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് സോ. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളെ നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. കൺജങ്ഷൻ. ഒരു ജംഗ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് റോഡ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജംഗ്ഷൻ. അതേപോലെ തന്നെ ഒരുപാട് സെൻറ്റൻസസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ യോജിപ്പിച്ച് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും. ആദ്യം നമ്മൾ പഠിക്കുന്ന കൺജങ്ഷൻ ആണ് സോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസൾട്ട് കാണിക്കുവാനാണ് നമ്മൾ സോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ഡയലോഗ് തന്നെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അതെങ്ങനെ പറയും? ആദ്യം എനിക്ക് തൃപ്തിയായി പറയണം. I am satisfied. I am satisfied. എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? സോ, ഞാൻ സന്തോഷവാനാണ്. I am happy. I am satisfied, so I am happy. ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ഐൻ്റെ കൂടെ എപ്പോഴും ആം ആണ് വരുന്നത്. എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. I am satisfied, so I am happy. ഇനി നമ്മൾ പറയുകയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. ഞാൻ കോൺഫിഡൻ്റ് ആണ്, അതിൻ്റെ റിസൾട്ട് എന്താ? അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയണം? ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറയണം. അത് നമ്മൾ എങ്ങനെ പറയും? വെരി ഗുഡ്. I am confident, so I am happy. I am confident, so I am happy. ഇനി നമ്മൾ പറയുകയാണ്, അവൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. അവൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട്
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഹാപ്പിയാണ്. ഹി ഈസ് കോൺഫിഡൻറ്റ്, സോ ഹി ഈസ് ഹാപ്പി. ഹി ഈസ് കോൺഫിഡൻറ്റ്, സോ ഹി ഈസ് ഹാപ്പി. കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ഹാപ്പി ആയത്. കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് I am confident, so I am happy. He is confident, so he is happy. ഇനി അവൾ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അവൾ എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കും? ഷീ. അപ്പോൾ ഹീൻ്റെ അവിടെ ഷീ എന്നിടുക. ഷീ ഈസ് കോൺഫിഡൻറ്റ്, സോ ഷീ ഈസ് happy. She is confident, so she is happy. ഇനി നമ്മൾ പറയുകയാണ് അവർ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അവർ എന്ന് പറയുമ്പോൾ they യൂസ് ചെയ്യുക. They are confident, so they are happy. They are confident, so they are ഹാപ്പി. ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? വി ആർ കോൺഫിഡൻറ്റ്, സോ വി ആർ happy. We are confident, so we are happy. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കാര്യം മാത്രം മനസ്സിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. ഐൻ്റെ കൂടെ എപ്പോഴും ആം വരും. ഐ ആം, ഹി ഇസ്, ഷീ ഇസ്. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ദേ ആർ, യു ആർ. യു ഒരാളാണ്, പക്ഷെ നമ്മൾ ആർ ഉപയോഗിക്കണം. യു ആർ, വി ആർ. ഇനി നമ്മൾക്കൊരു പേരിടാം. പ്രിയ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് പ്രിയ ഹാപ്പിയാണ്. പ്രിയ ഈസ് കോൺഫിഡൻറ്റ്, സോ പ്രിയ ഈസ് ഹാപ്പി എന്ന് വരുന്ന നമ്മൾ വിചാരിക്കും. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ പ്രിയയ്ക്ക് പകരം ഷീ എന്ന് ചേർക്കുക. പ്രിയ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. പ്രിയ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് പ്രിയ ഹാപ്പിയാണ്. 2 പ്രാവശ്യം പ്രിയ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ആദ്യം പ്രിയ എന്ന് വെക്കുക, പിന്നെ ഷീ എന്ന് ഉപയോഗിക്കുക. Priya is confident, so she is happy. ഇനി നമ്മൾ പറയുകയാണ് ഇമ്മാനുവൽ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഇമ്മാനുവൽ ഹാപ്പിയാണ്. ഇമ്മാനുവൽ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. ഇമ്മാനുവൽ is confident, so he is happy. Emmanuel is confident, so he is happy. ഒരു സെൻറ്റൻസ് കൂടെ എടുക്കാം. ഇനി നമുക്ക് ബ്ലെസ്സൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. അപ്പം അതെങ്ങനെ പറയും? പേര് മാറ്റിയാൽ മതി. ബ്ലെസ്സൻ is confident, so he is happy. Blessing is confident, so he is happy. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് സ്ട്രക്ചർ ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ വേറെ ഒരു സെൻറ്റൻസ് എടുക്കാം. നമ്മൾ പറയുകയാണ് അവർ ലേറ്റാണ്. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയുകയാണ് അവർ ലേറ്റാണ്, അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ ലേറ്റാണ്,
അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർന്ന് വരുമ്പോ എന്ത് വരും? ദേ. ദേ ആർ ലേറ്റ്. ഇനി അതുകൊണ്ട് എന്ന് വരുമ്പോ സോ വി ഷാൽ സ്റ്റാർട്ട്. ദേ ആർ ലേറ്റ്, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്നാ പറയുന്നത്, ചെയ്തിട്ടില്ല. ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യും, കുറച്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ 2 വാക്ക് ഉപയോഗിക്കണം, ഷാൽ, വിൽ. വീൻ്റെ കൂടെ എപ്പോഴും ഷാൽ യൂസ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാ പറയുന്നത്. വി ഷാൽ സ്റ്റാർട്ട്. They are late, so we shall start. അവർ ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇനി നമ്മൾ പറയുകയാണ്, അവർ എന്ന് പറയുന്നതിന് പകരം അവൻ ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവൻ ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവൻ എന്ന് വരുമ്പോ എന്ത് വരും? ഹീ. He is late, so we shall start. He is late, so we shall start. അവള് ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവള് ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെങ്ങനെ വരും? She is late, so we shall start. ഇനി നമ്മളൊരു വ്യക്തിയുടെ പേര് വെറുതെ വെക്കുക. രാഹുൽ ലേറ്റ് ആണ്, ഇനി വെയിറ്റ് ചെയ്യണ്ട, രാഹുൽ ലേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെ വരും? രാഹുൽ is late, so we shall start. രാഹുൽ is late, so we shall start. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ പറ്റും. ഇനി നമ്മൾ പറയുകയാണ്, അവര് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ പോണ്ട, അവര് വരുന്നുണ്ട്, അവർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ING ചേർക്കണം. ദേ ആർ കമ്മിങ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ദേ കം എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ കമ്മിങ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടിന്റെ ഇംഗ്ലീഷ് എന്താ? സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. വി ഷാൽ വെയിറ്റ്. ദേ ആർ കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏതോ നല്ല മനസ്സുള്ളൊരു വ്യക്തി പറയുകയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പറയുകയാണ്. ഇനി നമ്മൾ പറയുകയാണ്, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹീ. ഹീ ഈസ് കമ്മിങ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചായിരുന്നു, ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. 98% ഇംഗ്ലീഷ് സെന്റൻസും ഈ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലൊരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സെന്റൻസിലെ മെയിൻ ആൾ ആരാന്ന് ചിന്തിക്കുക. അവൻ വന്നുകൊണ്ടിരിക്കുക പറയുമ്പോൾ അവനല്ലേ മെയിൻ ആള്, അപ്പോൾ ഹീ. ഇനി അടുത്ത വാക്ക് എന്താ? അവൻ ചെയ്യുന്ന ആക്ഷൻ നമ്മൾ ചിന്തിക്കുക, വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് കമ്മിങ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
അതുകൊണ്ട് എന്ന് വരുമ്പോൾ സോ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരായി മെയിൻ? നമ്മളായി. അപ്പോൾ വി ഷാൽ വെയിറ്റ്. സബ്ജക്റ്റ് വി. ഇനി നമ്മളുടെ ആക്ഷൻ വെയിറ്റ് ചെയ്യാം. വി ഷാൽ വെയിറ്റ്. ഹി ഈസ് കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. ഇനി നമ്മളൊരു പേര് കൊടുക്കുകയാണ്. സെബിൻ വരുന്നു, സെബിൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സെബിൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെങ്ങനെ വരും? സെബിൻ ഈസ് കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. സെബിൻ ഈസ് കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. ഇനി നമ്മൾ പറയുകയാണ്, വേറൊരു പേര് കൊടുക്കാം. അഭിനവ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെങ്ങനെ വരും? അഭിനവ് ഈസ് കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. അഭിനവ് ഈസ് കമ്മിങ്, സോ വി ഷാൽ വെയിറ്റ്. ഇനി നമ്മൾ പറയുകയാണ്, നമ്മുടെ കൂടെയുള്ളവരൊക്കെ പോയി, പക്ഷെ നമ്മൾ പോകുന്നില്ല. നമ്മൾ പറയുകയാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? അവർ എന്ന് പറയുമ്പോൾ ദേ ആർ കമ്മിങ്, സോ I shall wait. They are coming, so I shall wait. ഇനി നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്തോ താല്പര്യം അങ്ങനെ ഇല്ലാത്ത വ്യക്തികളാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുകയാണ്, അവർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് വെറുതെ പറയുകയാണ്. അവർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പോവാം. അതെങ്ങനെ പറയും? They are coming, so we shall go. They are coming, so we shall go. ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാൻ സാധിക്കും. ഒരു സെന്റൻസ് കൂടെ നോക്കാം. നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ബിന്ദു പണിക്കർ ചേച്ചിയുടെ ഒരു ഡയലോഗിലൂടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറയണം ഇംഗ്ലീഷിൽ എളുപ്പമായി എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് അവൻ പാസ്സായി. അപ്പോൾ അവൻ പഠിച്ചതും പാസ്സായതും ഇപ്പോൾ നടന്നതല്ല, അവൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൻ പാസ്സായി. അതെങ്ങനെ പറയും? ഹി സ്റ്റഡീഡ് വെൽ, സോ ഹി പാസ്ഡ്. ഹി സ്റ്റഡീഡ് വെൽ, സോ ഹി പാസ്ഡ്. കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ടാണ് സ്റ്റഡീഡ് എന്ന് വന്നത്. അതേപോലെ അവൻ പാസ്സായി കഴിഞ്ഞു, അപ്പോൾ പാസ്ഡ് എന്ന് വന്നു. He studied well, so he passed. ഇനി നമ്മൾ പറയുകയാണ്, അവൾ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൾ പാസ്സായി. അവൾ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൾ പാസ്സായി. She studied well, so she passed. She studied well, so she passed. അവർ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവർ പാസ്സായി. അതെങ്ങനെ പറയും? അവർ എന്ന് പറയുമ്പോൾ ദേ സ്റ്റഡീഡ് വെൽ, വെരി ഗുഡ്, സോ ദേ പാസ്ഡ്. ദേ സ്റ്റഡീഡ് വെൽ, സോ ദേ പാസ്ഡ്. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പാസ്സായി.
അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ പറയുകയാണ്. പാസ് മാർക്ക് പോരാ, നല്ല മാർക്ക് തന്നെ വേണം. സെൻറ്റൻസിന് വേണ്ടി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പാസ്സായി. We studied well, so we passed. We studied well, so we passed. ഇനി നമ്മൾ പറയണം, ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ പാസ്സായി. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് വെറുതെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാ പാസ്സായി? അപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ പാസ്സായി. അതെങ്ങനെ പറയും? I studied well, so I passed. I studied well, so I passed. ഇപ്പോൾ അതുകൊണ്ട് എന്ന സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോ യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കൺജങ്ഷൻ ആണ് ബട്ട്. ബട്ടിൻ്റെ അർത്ഥം എന്താ? പക്ഷേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുമ്പോഴാണ് നമ്മൾ പക്ഷേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരു പ്രോഗ്രാം നടക്കുകയാണ്, അപ്പോൾ നമ്മുടെ ഗസ്റ്റ് നല്ല ലേറ്റ് ആവുകയാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ശരി വേറെ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ വെച്ച് നമുക്ക് തുടങ്ങാം എന്ന് ചിന്തിക്കുകയാണ്. അവർ ലേറ്റായവർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിപ്പോൾ എല്ലാവർക്കും പരിചയമായ നമ്മുടെ ശശിചേട്ടൻ പറയുകയാണ്, എന്താ കുട്ടിയെ കാട്ടണ്? ഒന്ന് പറയാൻ പറ്റുമോ അവരോട്? ഞാൻ ലേറ്റ് ആവുകയാണെങ്കിലും ഞാൻ വേഗം എത്താ, വേല കണ്ട് നിന്ന് പോയി. ലേറ്റ് ആവുകയാണെങ്കിലും ഞങ്ങൾ വേഗം എത്താ കുട്ടിയെ, സ്കൂളിൽ എത്തിയിട്ടുണ്ട്, വേഗം എത്താ കുട്ടിയെ എന്നൊന്ന് പറയേ എന്ന് ശശിചേട്ടൻ പറയുകയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ശശിചേട്ടനെ ഹെൽപ്പ് ചെയ്യണം. ശശിചേട്ടൻ പറയണം എന്താന്ന് വെച്ചാൽ, കുട്ടിയെ ഞാൻ ഒന്നുകൂടെ പറയാം, ഞങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിലും പക്ഷെ ഞങ്ങൾ എത്തും, ഞങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിലും ഞങ്ങൾ എത്തും കുട്ടിയെ, അതൊന്ന് പറയണം. അപ്പോൾ ശശിചേട്ടനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അവർ ലേറ്റാണ് പക്ഷെ അവരെത്തും, അത് നമ്മൾ പറയണം. അവർ ലേറ്റാണ്, അതിനൊരു മാറ്റമില്ല, പക്ഷേ നിങ്ങൾ എത്തില്ല എന്ന് വിചാരിക്കണ്ട, അവരെത്തും. അവർ ലേറ്റ് ആണെന്ന് എങ്ങനെയാ പറയുക? ദേ ആർ ലേറ്റ്. പക്ഷേയുടെ വാക്ക് നമ്മളിപ്പോൾ പഠിച്ചു, ബട്ട് അവര് വരും. അവരിപ്പോൾ വന്നിട്ടില്ല, അവര് വരും. ഇപ്പൊ ഭാവിയിലെ കാര്യമല്ലേ പറയുന്നേ, അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ദേ വിൽ കം. ദേ വിൽ കം. ദേ ആർ ലേറ്റ് ബട്ട് ദേ വിൽ കം. അവര് ലേറ്റാണ് പക്ഷെ അവര് വരും. ഇനി അടുത്തത് നമ്മൾ പറയുകയാണ്, അവൻ ലേറ്റാണ് പക്ഷെ അവൻ വരും. അവൻ ലേറ്റാണ് പക്ഷെ അവൻ വരും. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ എന്ത് യൂസ് ചെയ്യുക? ഹീ. ഹീ ഈസ് ലേറ്റ് ബട്ട് ഹീ വിൽ കം. He is late, but he will come. ഇനി അവൾ ലേറ്റ് ആണ് പക്ഷെ അവൾ വരും. അവൾ ലേറ്റ് ആണ് പക്ഷെ അവൾ വരും. വെരി ഗുഡ്. She is late, but she will come. She is late, but she will come. ഇനി നമ്മൾ പറയുകയാണ്, ഹിത ലേറ്റ് ആണ്. എന്തോ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു, ഹിത ലേറ്റ് ആണ് പക്ഷെ അവൾ വരും. നമ്മൾ പഠിച്ചു, രണ്ട് സ്ഥലത്ത് ഒരുമിച്ച് പേര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹിത ലേറ്റ് ആണ് പക്ഷെ ഹിത വരും എന്ന് പറയുന്നതിനേക്കാളും ഹിത ലേറ്റ് ആണ് പക്ഷെ അവൾ വരും.
ഹിത ഈസ് ലേറ്റ് ബട്ട് ഷീ വിൽ കം. ഹിത ഈസ് ലേറ്റ് ബട്ട് ഷീ വിൽ കം. ഇനി നമ്മൾ പറയാണ്, ഞാൻ ലേറ്റാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരും. അതെങ്ങനെ പറയും? ഞാൻ ലേറ്റാണ്, പക്ഷെ ഞാൻ വരും. ഐ ആം ലേറ്റ് ബട്ട് ഐ വരുമ്പോൾ ഭാവിയിലാവുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഷാൽ. ഐ ഷാൽ കം. ഐ ആം ലേറ്റ് ബട്ട് ഐ ഷാൽ കം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പക്ഷേ എന്ന് ഈസിയായി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. നമുക്കൊരു സെൻറ്റൻസും കൂടെ നോക്കാം. ഐ ആം റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, നമ്മൾ പ്രോഗ്രാമിന് പോകാമെന്ന് ഏറ്റിട്ടുണ്ട്, നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ റെഡിയാണ്, പക്ഷെ മഴ പെയ്യുകയാണ്. ഞാൻ റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചു, ഒരാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ING ഉപയോഗിക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ്. മഴേനെ നമുക്ക് ഹീ, ഷീ, അവൾ, അവൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സെൻറ്റൻസ് എന്താ? ഞാൻ റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. അവൻ റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. ഹീ ഈസ് റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് പറയണം? വി ആർ റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. വി ആർ റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. ഇനി നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം റെഡി ആയിരിക്കുകയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും റെഡിയാണ്, പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എന്ന് പറയുമ്പോൾ എന്ത് പറയും? വെരി ഗുഡ്, ദേ യൂസ് ചെയ്യണം. ദേ ആർ റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. ദേ ആർ റെഡി ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബട്ട് യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇനി നമുക്കൊരു കുറച്ച് വലിയ സെൻറ്റൻസ് എടുത്താലോ? ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഞാനൊരു വലിയ പൊസിഷനിലല്ല, പക്ഷേ ഞാൻ അവിടെ എത്തും. എൻ്റെ ഹാർഡ് വർക്കിലൂടെ ഞാൻ അവിടെ എത്തും. ഇപ്പോൾ ഞാനൊരു വലിയ പൊസിഷനിലല്ല, പക്ഷേ ഞാൻ എൻ്റെ ഹാർഡ് വർക്കിലൂടെ എത്തും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്ത് യൂസ് ചെയ്യും? നൗ. ഞാനൊരു ഹൈ പൊസിഷനിലല്ല. ഞാനൊരു ഹൈ പൊസിഷനിലല്ല എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പം സബ്ജക്റ്റ് ആരാ? ഐ ആം അല്ല എന്നാ പറയുന്നത്. ഐ ആം നോട്ട് ഇൻ എ ഹൈ പൊസിഷൻ.
I am not എന്ത് in a high position. പിന്നെ അത് കൂട്ടി വായിച്ചേ. Now I am not in a high position. ഇപ്പോൾ ഞാനൊരു വലിയ പൊസിഷനിലല്ല. അപ്പം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്കറിയാം. നമ്മളിപ്പോഴുള്ള അവസ്ഥ നമ്മൾ അറിഞ്ഞാലേ നമ്മൾ ഭാവി നമ്മളതൊന്നും കൂടി ഭംഗിയാക്കുള്ളൂ. അപ്പം നമ്മൾ പറയുകയാണ് നൗ ഐ ആം നോട്ട് ഇൻ എ ഹൈ പൊസിഷൻ. പക്ഷേ, പക്ഷേയുടെ അവിടെ ഇംഗ്ലീഷിൽ എന്ത് വരും? ബട്ട്. ബട്ട് ഐ ഷാൽ റീച്ച് there through my hard work. I shall reach there. പക്ഷെ ഞാൻ അവിടെ എത്തും. I shall reach there. അവിടെ എത്തും. വെറുതെ എത്തും ഇല്ലല്ലോ. Through my hard work. എൻ്റെ ഹാർഡ് വർക്കിലൂടെ എന്ന് പറയുകയാണ്. Through my hard work. അപ്പോൾ സെൻറ്റൻസ് ഫുള്ള് നമുക്ക് നോക്കിയാലോ. Now I am not in a high position, but I shall reach there through my hard work. Now I am not in a high position, but I shall reach there എങ്ങനെ? Through my hard work. നോക്കിക്ക്, ഒരു വലിയ സെൻറ്റൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ഇതേപോലെ ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി സംസാരിക്കും എൻ്റെ ഹാർഡ് വർക്കിലൂടെ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ല, പക്ഷേ ഞാൻ ഫ്ലുവൻ്റ്ലി സംസാരിക്കും എൻ്റെ ഹാർഡ് വർക്കിലൂടെ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ല എന്നെങ്ങനെയാ പറയുക? Now I am not fluent in English. ഇപ്പോൾ എന്ന് പറയുമ്പോൾ now. ഇനി സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നെ കുറിച്ചാണ് പറയുന്നത്. ഐൻ്റെ കൂടെ എപ്പോഴും ആം. അല്ല എന്നാ പറയുന്നത്. ഇപ്പോൾ ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ നൗ ഐ ആം നോട്ട്. എന്തല്ലാത്ത? ഫ്ലുവൻ്റ്. ഏത് ലാംഗ്വേജാ? ഇൻ ഇംഗ്ലീഷ്. നൗ ഐ ആം നോട്ട് ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ, ബട്ട് ഐ ഷാൽ സ്പീക്ക് ഫ്ലുവൻ്റ്ലി. ഭാവിയിൽ ഞാൻ സംസാരിക്കും എന്നാ പറയുന്നത്. ഭാവിയിൽ ഞാൻ സംസാരിക്കും. അപ്പോൾ വീണ്ടും എന്നെ ആദ്യം വെക്കുക. ഐ ഭാവി ആയത് കാരണം ഐൻ്റെ കൂടെ എപ്പോഴും എന്ത് വരും? വില്ലാണോ ഷാലാണോ വരിക? ഷാൽ. ഐ ഷാൽ സ്പീക്ക്. വെറുതെ സ്പീക്ക് ചെയ്യല്ല. ഐ ഷാൽ സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ഫുൾ സെൻറ്റൻസ് നോക്കിക്കേ. Now I am not fluent in English, but I shall speak fluently in English. ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സസിലൂടെ അത് ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. നന്നായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനായിട്ട് ടൈം മാറ്റി വയ്ക്കുമ്പോൾ സെൻറ്റൻസസ് ഈസി ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ബട്ട് നമ്മൾ പഠിച്ചില്ലേ. ഇനി നെക്സ്റ്റ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് നമുക്ക് നോക്കാം. ആ വേർഡാണ് ആൻഡ്. AND. ആൻഡ്. നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് തന്നെയാണ് ആൻഡ്. ആൻഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരുപോലെയുള്ള ഐഡിയാസ് വരുമ്പോൾ, കണക്റ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് വരുമ്പോൾ അവരെ കണക്ട് ചെയ്യാൻ നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം.
നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മൾ പറയുകയാണ്, അവൾ ഒരു സിംഗറാണ്, അവൾ ഒരു ഡാൻസറാണ്. അപ്പൊ ആ കുട്ടി ഒരു സിംഗറുമാണ്, ഡാൻസറുമാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ കുട്ടിയെ കുറിച്ച് 2 കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അപ്പൊ അത് എളുപ്പത്തിൽ എങ്ങനെ പറയുവാൻ പറ്റും? ഷീ ഇസ് എ സിംഗർ ആൻഡ് എ ഡാൻസർ. ഷീ ഇസ് എ സിംഗർ. ഇനി അടുത്ത ഐഡിയ പറയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചേർത്തു? ആൻഡ് എ ഡാൻസർ. ഷീ ഈസ് എ സിംഗർ ആൻഡ് എ ഡാൻസർ. ഇനി നമ്മൾ പറയുകയാണ്, അവർ പാട്ടുകാരുമാണ്, ഡാൻസേഴ്സുമാണ്. അതെങ്ങനെ പറയും? They are singers and dancers. ഒന്നിൽ കൂടുതൽ ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ സിംഗേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഡാൻസേഴ്സ് എന്ന് പറയും. They are singers and dancers. അവർ പാട്ടുകാരുമാണ്, ഡാൻസേഴ്സും ആണ്. ഇനി നമുക്ക് ഒരു വ്യക്തി, ആ കുട്ടിക്ക് ഒരു പേര് കൊടുക്കാം. ഷബ്ന. ഷബ്ന ഒരു പാട്ടുകാരിയുമാണ്, ഡാൻസറും ആണ്. അതെങ്ങനെ പറയും? ഷബ്ന ഈസ് എ സിംഗർ ആൻഡ് എ ഡാൻസർ. ഷബ്ന ഈസ് എ സിംഗർ ആൻഡ് എ ഡാൻസർ. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ പാട്ടുകാരുമാണ്, നർത്തകരുമാണ്. നമ്മൾ നമ്മളെ പറ്റി തന്നെ തൽക്കാലം പറയുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? ഞങ്ങൾ പാട്ടുകാരുമാണ്, ഡാൻസേഴ്സും ആണ്. We are singers and dancers. We are singers and dancers. ഇനി പറയുകയാണ്, ഞാൻ പാട്ടുകാരിയുമാണ്, ഞാൻ ഡാൻസും കളിക്കും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിലോ, I am a singer and a dancer. ഞാനൊരു പാട്ടുകാരിയുമാണ്, ഞാനൊരു ഡാൻസറുമാണ്. I am a singer and a dancer. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ആൻഡ് ഈസിയിൽ യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് പറയുകയാണ്. നമ്മളൊരു വീട്ടിൽ പോയപ്പോൾ നമ്മൾ പറയുകയാണ്, അവരുടെ കുക്കിംഗ് നല്ല ഡിലീഷ്യസ് ആണ്, അവർക്കൊരു വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അവർ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അവരുടെ കുക്കിംഗ് ഡിലീഷ്യസ് ആണ്, അവർക്കൊരു വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഇത് വലിയ സെൻറ്റൻസ് ആണ്, പക്ഷേ ഈസിയായി നമുക്ക് കണക്ട് ചെയ്യാം. Their cooking is delicious. അവരുടെ കുക്കിംഗ്, their cooking is delicious. അവർക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. And they have a vegetable garden. Their cooking is delicious and they have a vegetable garden. നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, നമ്മുടെ നേരത്തെ ഒരു ക്ലാസ്സിൽ, നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക. അവർക്ക് ഉണ്ട് എന്നാണെങ്കിൽ they have. നമുക്കുണ്ട് എന്നാണെങ്കിൽ we have. നിനക്കുണ്ട് എന്നാണെങ്കിൽ, നീ ഒരു വ്യക്തിയാണെങ്കിലും അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേസാണ്, യു ഹാവ്. അവനുണ്ട് എന്നാണെങ്കിൽ ഹീ ഹാസ്. ഇനി എനിക്കുണ്ട് എന്നാണെങ്കിൽ ഐ ഹാസ് എന്നല്ല, ഐ ഹാവ്. സോ we have, they have,
you have, he has, she has, I have. ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. അവർക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നത്. ദേന്റെ കൂടെ എന്ത് വരും? ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ. അപ്പൊ ഫുൾ സെന്റൻസ് നോക്കിക്കേ. Their cooking is delicious and they have a vegetable garden. അവരുടെ കുക്കിംഗ് ഡിലീഷ്യസ് ആണ്, അവർക്കൊരു വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. ഇനി നമ്മൾ പറയുകയാണ്, ഇത് ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, അനിലയുടെ കുക്കിംഗ് ഡിലീഷ്യസ് ആണ്, അനിലയ്ക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയും? Anila's cooking is delicious and വീണ്ടും പേര് റിപ്പീറ്റ് ചെയ്യണ്ട. And she has a vegetable garden. Anila's cooking is delicious and she has a vegetable garden. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻഡ് യൂസ് ചെയ്ത് വലിയ ഐഡിയാസും നമുക്ക് കണക്ട് ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ആൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയ, എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവുന്ന സെൻറ്റൻസസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും, ഐ വുഡ് ലൈക്ക് ടു ഹാവ് chapati and curry. I would like to have chapati and curry. ചപ്പാത്തിയും കറിയും നമുക്ക് കഴിക്കുവാൻ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ താല്പര്യം കാണിക്കുന്ന സെൻറ്റൻസസിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യണം എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ഐ വുഡ് ലൈക്ക്, എനിക്ക് താല്പര്യമുണ്ട്. To have, I would like to have chapati and curry. അപ്പോൾ ഇതേ സെൻറ്റൻസ് നമുക്ക് വേറെ രീതിയിൽ പറയാലോ. I would like to eat. I would like to eat chapati and curry. പക്ഷെ ഒന്നും കൂടെ ഫോർമലായിട്ട് നമ്മൾ ആദ്യത്തെ രീതിയിലാണ് പറയേണ്ടത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പറയുമ്പോൾ രണ്ടാമത്തെ രീതി പറയാം, നിനക്ക് എന്താ കഴിക്കാൻ താല്പര്യം? അപ്പം നമുക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ചപ്പാത്തി ആൻഡ് കറി. ആൻഡ് ഇപ്പോൾ ഫോർമലായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ചപ്പാത്തി ആൻഡ് കറി. ഇപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നെങ്കിലോ എങ്ങനെ ചെയ്യും? Very good. I would like to have idli and sambar. ആദ്യം നമ്മൾ താല്പര്യം പറയുകയാണ്. I would like, എന്താ? To have idli and sambar. എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഫോർമൽ നമ്മൾ ആവില്ലല്ലോ. അപ്പോൾ സാധാരണയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻഡ് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി ലാസ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്ന കൺജങ്ഷൻ ആണ് ബിക്കോസ്. ഒരു റീസൺ കാണിക്കാനാണ് നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണം പറയുവാൻ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ ഈ വാക്ക് കൊണ്ട് പറയുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ആബ്സെൻ്റ് ആയത് അവന് വയ്യാത്തത് കൊണ്ടാണ്. അവൻ ആബ്സെൻ്റ് ആയതിൻ്റെ കാരണം എന്താ? അവന് വയ്യ. അപ്പം നമ്മളത് എങ്ങനെ പറയും? ഹീ ഈസ് ആബ്സെൻ്റ്. ആദ്യം സംഭവം പറയാം. ഇനി ബിക്കോസ് കാരണം പറയുക, ഹീ ഈസ്
sick. അവന് വയ്യ. He is absent because he is sick. ഇനി നമ്മൾ പറയുകയാണ് അവൾ ആബ്സെന്റ് ആണ് കാരണം അവൾക്ക് വയ്യ. അവൾ ആബ്സെന്റ് ആണ് കാരണം അവൾക്ക് വയ്യ. വയ്യാത്തത് കൊണ്ടാണ് അവൾ ആബ്സെന്റ് ആയത്. അപ്പൊ ആദ്യം നമ്മൾ സിറ്റുവേഷൻ പറയുക. ഷീ ഈസ് ആബ്സെന്റ്. ഈ കാരണം പറയുന്നതിന് മുമ്പ് എന്ത് വെക്കണം? ബിക്കോസ് ഷീ ഈസ് സിക്ക്. ഇനി നമ്മൾ പറയുകയാണ് അവർ ആബ്സെന്റ് ആണ് കാരണം അവർക്ക് വയ്യ. അവർ ആബ്സെന്റ് ആണ് കാരണം അവർക്ക് വയ്യ. അതെങ്ങനെ പറയും? ദേ ആർ ആബ്സെന്റ് ബിക്കോസ് ദേ ആർ സിക്ക്. They are absent because they are sick. ഇനി നമ്മൾ പറയുകയാണ് നമ്മളെ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു എന്ന് വിചാരിക്കുക. എന്തേ ആബ്സെന്റ് ആയേ? എന്താ ഇന്ന് ആബ്സെന്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ ആബ്സെന്റ് ആണ് കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ആബ്സെന്റ് ആണ് എന്ന് പറയുകയാണ്. അപ്പം അതെങ്ങനെ പറയും? I am absent because I am sick. നമ്മൾ നേരത്തെ ടീച്ചറെ വിളിച്ച് പറയേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയുവാണെങ്കിൽ എങ്ങനെ പറയും? I am absent. ഇനി because കാരണം പറയാ I am sick. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് because യൂസ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കൊരു സെന്റൻസ് എടുക്കാം. അപ്പോൾ ശശിചേട്ടൻ ഓടുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താ ശശിചേട്ടൻ ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ഓടുകയാണ് കാരണം ഞാൻ ലേറ്റാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? ഞാൻ ലേറ്റാണ്. അപ്പോൾ പറയുകയാണ് ശശിചേട്ടൻ കുട്ടി ഞാൻ ഓടുന്നത് കാരണം ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് എന്ന് പറയും. അപ്പം നമ്മളതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ശശി ഈസ് റണ്ണിങ്. ആദ്യം നമ്മൾ സംഭവം പറഞ്ഞു. ഇപ്പൊ സംഭവത്തിൽ ആരും ഓടുന്നേ? ശശി. ശശി ഈസ് റണ്ണിങ്. ഇനി കാരണം ബിക്കോസ് ഹി ഈസ് ലേറ്റ്. ശശി ഈസ് റണ്ണിങ് ബിക്കോസ് ഹി ഈസ് ലേറ്റ്. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ ഓടുകയാണ് കാരണം ഞാൻ ലേറ്റ് ആണ്. അപ്പോൾ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ്. ഞാൻ ഓടുകയാണ് കാരണം ഞാൻ ലേറ്റ് ആണ്. അപ്പം അതെങ്ങനെ പറയും? I am running because I am late. അവൻ ഓടുകയാണ് കാരണം അവൻ ലേറ്റ് ആണ്. He is running because he is late. അവൾ ഓടുകയാണ് കാരണം അവൾ ലേറ്റ് ആണ്. She is running because she is late. ഇനി നമ്മളെല്ലാവരും ഓടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഓടുകയാണ് കാരണം നമ്മൾ ലേറ്റ് ആണ്. അപ്പം എങ്ങനെ പറയും? We are running because we are late. അവരോടുകയാണ് കാരണം അവർ ലേറ്റ് ആണ്. They are running because they are late. അപ്പോൾ ഈ രീതിയിൽ കാരണം നമുക്കിങ്ങനെ ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സെൻറ്റൻസസ് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഐഡിയാസ് എങ്ങനെ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷിൽ പറയാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ഉറപ്പായിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിനായിട്ടൊരു ടൈം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഇത് സത്യം, സത്യം, അമ്മയാണ് സത്യം. അപ്പോൾ
അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.